സീരിയലെന്ന് ഓടിപ്പടച്ച് വരുമ്പോൾ അമ്മ 2 മണി രാവിലെ സീരിയൽ, ഉച്ചയ്ക്ക് സിനിമ, വയസ്സുകാലത്ത് അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കാറുണ്ട്. എനിക്കൊരു സന്തോഷം വർത്താനം പറയാനുണ്ട്. എൻ്റെ മോൻ്റെ എമ്പുരാൻ ഇന്ന് സെൻസർ ചെയ്തു. അവനെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. UA സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ ഒരു കുത്തിത്തിരിപ്പ് ക്വസ്റ്റ്യൻ ഈ ഇടയില് മുഖവര മുഴുവൻ പോയി. ആരും അറിയാമോ, ഈ ഓട്ടമേ ഉള്ളൂ, ജോലി മുഴുവൻ ആക്കൊച്ചാ ചെയ്ത്. ഭക്ഷണം നോക്കണം, പഠിപ്പിക്കണം, കുഞ്ഞിനെ പഠിപ്പിക്കണം, അത് ഇത് എന്തുവാ, നല്ല പണിയാണ്. കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ചാൻസ് കിട്ടിയ ഒരു മീഡിയമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും എന്നുള്ളതൊന്നും ആരും കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ ഇത്രയും വളർന്ന ഒരു ചാനൽ അതിന്റെ ഒരു അവാർഡ് നൈറ്റ് ഒക്കെ നടത്തുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം. സോ ദിസ് ഓൾവേസ് ഫീൽ സ്പെഷ്യൽ ഫോർ us. അതായത് ആമസോൺകാർ പറഞ്ഞത് ഇത് പേപ്പർ വ്യൂവിലെ മലയാള സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. 10 ദിവസം കൊണ്ട് 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് അടിച്ചു. 85 ദിവസം ഷൂട്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് വളഞ്ഞു നിൽക്കുക. പ്രൊഡ്യൂസറാണ് ഇത് ഏറ്റവും കൂടുതൽ വളഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഇങ്ങനെ കൂടി. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. 2024 ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തവരെയാണ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇവിടെ ഇന്ന് അംഗീകരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത്, കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് OTT മൂവിയാണ്. അത് അനൗൺസ് ചെയ്യാനായിട്ട് നമുക്ക് മുന്നിൽ ഇവിടെ എത്താൻ പോകുന്നത് മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ എല്ലാമായ അഭിലാഷ് പിള്ളൈ. അഭിലാഷേടാ, പറയുന്നതിന് മുമ്പായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ മീഡിയയിലെ സ്റ്റാർസിനെ നമ്മൾ അംഗീകരിക്കാൻ പോകുന്ന ആ ഒരു തോട്ടിനോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. മൈൽ സ്റ്റോണ് ഓരോ തവണയും ഓരോ പുതിയ പരിപാടിയായിട്ട് എത്തും. അത് വൈറലാക്കാറുണ്ട്. ഇത്തവണ വൈറലായ ഒരുപാട് താരങ്ങളെ കൂട്ടുപിടിച്ച് അവർ വൈറൽ പരിപാടിയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയ സക്സസ് ആയിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്, ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി അപ്പു എന്നെ വിളിക്കുമ്പോൾ, അപ്പൂസിനുണ്ടെങ്കിൽ പാലക്കാട് ഷൂട്ടിടക്കം അപ്പു വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് തോന്നില്ല, ചേട്ടൻ വരണം, നമ്മുടെ കുടുംബമാണ് നിങ്ങളെന്ന് പറയാം. ഇമോഷണലി അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എടുക്കണം. അവൻ പറഞ്ഞതിന് ശേഷം ഈ അവാർഡാന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ, എല്ലാ തവണയും നമ്മൾ ഈ ഷൂട്ടിനിടയ്ക്ക് തിരക്കിലും അല്ലെങ്കിൽ ടെൻഷനിലും ഇരിക്കുമ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന ഒരുപാട് മുഖങ്ങളെ ഇന്നൊന്ന് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട്. കാരണം അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. പിന്നെ സുമതി വളവിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ആങ്ഷ്യസിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സുമതി വളവ്? 85 ദിവസം ഷൂട്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് വളഞ്ഞു നിൽക്കുക. പ്രൊഡ്യൂസറാണ് ഇത് ഏറ്റവും കൂടുതൽ വളഞ്ഞേക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ഇങ്ങനെ കൂടി. പക്ഷെ നമുക്കറിയാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സുമതി വളവിന് ഒരു വലിയ കൈഡി കൊടുത്തുകൊണ്ടാണ് ബെസ്റ്റ് OTT മൂവി ഫോർ 2024 നമ്മളിവിടെ അറിയാൻ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തില് ബെസ്റ്റ് OTT മൂവി 2024 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അത് ഏതാണെന്ന് പറയാൻ ഒരു അവസരം തന്നപ്പോൾ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹിച്ചേട്ട അഭിനയിച്ച പടം തന്നെയാണ് ഭരതനാട്യം. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. പിന്നെ പുള്ളി എന്നോടുള്ള സ്നേഹം നോക്കിയിട്ട് പുതിയ പടത്തിന് അഭിലാഷം എന്നാണ് പുള്ളി പേരിട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ബെസ്റ്റ് OTT മൂവികൾ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് അതിന്റെ പ്രൊഡ്യൂസർ കൂടിയായ ദ ആക്ടർ ടേൺഡ് പ്രൊഡ്യൂസർ സൈഷു കുറുപ്പിനെ ഈ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. സൈഷേട്ടാ, ഭരതനാട്യം എന്ന ചിത്രത്തിന് വേണ്ടി ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ബൈറ്റ് ഹോംസ് ഫോർ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ബെസ്റ്റ് OTT മൂവി ഭരതനാട്യം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം മമ്മൂക്കയൊക്കെ ഉണ്ടായിരുന്ന സീ കേരളത്തിന്റെ ലോഞ്ചിലായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൈചേട്ടന്റെ ഭരതനാട്യം വലിയ ടീമായിട്ട് എത്തുകയാണ്. ഇപ്പൊ ഇതാ സൈചേട്ടൻ അവാർഡ് മേടിച്ചുകൊണ്ട് നിൽക്കുന്നു. സൈചേട്ടൻ, ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിന്ന് ഈ അവാർഡ് മേടിച്ചപ്പം. എൻ്റെ കൂടെ ഉള്ളത് ഭരതനാട്യത്തിന്റെ റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് കുറച്ച് ഇൻട്രോവേർട്ട് എന്ന്, പക്ഷെ ഇവൻ എന്നെക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. ഭരതനാട്യം ത്തിന്റെ കഥ കൃഷ്ണദാസ് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് ഇത് തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. അതുകൊണ്ട് തന്നെ ഞാനും കൂടെ ഇതിനകത്തൊരു പാർട്ട്ണർഷിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ് വളരെ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു മനസ്സിനുടമ, അദ്ദേഹം എന്നെ പാർട്ട്ണറാക്കി ഈ പടം ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി. ഭയങ്കര രസമായിട്ട് സീൻസൊക്കെ വരുന്നുണ്ട്, കോമഡിയൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആവുന്നുണ്ടെന്നൊക്കെയുള്ള
നമ്മൾ ഓരോ സീൻ കാണുമ്പോഴത്തേക്കും നമുക്ക് ലൊക്കേഷനിൽ വരുന്ന ചില ആൾക്കാരെ, പുതിയ ആൾക്കാരെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ അവരൊക്കെ ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ കംപ്ലീറ്റ് ആയി. സിനിമ റിലീസിന് ഒരുങ്ങുമായിരുന്നു. ഓഗസ്റ്റ് 30 റിലീസായത് കഴിഞ്ഞ വർഷം. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. ആളുകൾ തിയേറ്ററിലേക്ക് നമ്മൾ വിചാരിച്ച പോലെ വരുന്നില്ല. വന്നു, പക്ഷേ നമ്മൾ വിചാരിച്ചത്രയും ഈ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ വരേണ്ട ഒരു നമ്പറുണ്ട്, അതൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ ഓർത്തു ഫ്രൈഡേ വർക്കിംഗ് ഡേ ആണ്, അപ്പം സാറ്റർഡേ എന്തായാലും സംഭവം ഓക്കെ ആയിരിക്കും. സാറ്റർഡേയും വന്നില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ആശ്വസിച്ചു. സൺഡേ ഉണ്ടല്ലോ, സൺഡേ പക്ഷേ കളക്ഷൻ കുറച്ച് ഇമ്പ്രൂവ് ആയി. സൺഡേ രാത്രിയിലത്തെ പേടി പിന്നെ ഏറ്റവും വലിയ വർക്കിംഗ് ഡേ ആയ മൺഡേ ട്യൂസ്ഡേ, എത്രയും ഹിറ്റായ പടമാണെങ്കിലും മൺഡേ ട്യൂസ്ഡേ ഒന്ന് കളക്ഷൻ ഡ്രോപ്പ് ആവും. അപ്പൊ അങ്ങനെ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഡ്രോപ്പായി. അങ്ങനെ ഒരു 2 ആഴ്ച കഷ്ടി നമുക്ക് കളിക്കാൻ പറ്റി. ഞാനാണെങ്കിൽ ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, പക്ഷെ ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി. എന്നുവെച്ചാൽ ഒരുപാട് പ്രതീക്ഷ വെച്ചു ഞാൻ ഓരോ പടം എൻ്റെ റിലീസ് ആകുമ്പോഴത്തേക്കും ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, പ്രതീക്ഷ വയ്ക്കല്ലേ. മാളികപ്പുറത്തില് ഞാൻ പ്രതീക്ഷ 0 വെച്ചോണ്ടിരുന്നതാണ്. അത് കയറി ബ്ലോക്ക് ബസ്റ്ററായി. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ ഹിറ്റ് ആവാം, ഇത് ബ്ലോക്ക് ബസ്റ്ററായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഭരതനാട്യം കണ്ടത്, ഇത് വൻ ഹിറ്റ് ആവുമെന്ന്. പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പൊ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭരതനാട്യത്തിന് ഒരു അവാർഡ് കിട്ടുമെന്ന്. വെച്ചാൽ തിയേറ്ററിൽ അങ്ങനത്തെ റെസ്പോൺസ് ആയിരുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നില്ല. കണ്ട ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരുപാട് ആൾക്കാർ വന്നില്ല. എൻ്റെ വൈഫ് എന്നോട് ആ സമയത്ത് എൻ്റെ ഈ ഡിപ്രഷൻ കണ്ടു പറഞ്ഞു, സൈജു വേറെ എന്തെങ്കിലും പരിപാടി നോക്കണോ സിനിമ ഇൻഡസ്ട്രി വിട്ടിട്ട്. അത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാനും ഒരു നിമിഷം ആലോചിച്ചു പോയി, ഇതെനിക്ക് പറ്റുന്ന പരിപാടിയല്ലേ, നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ഞാനും വിചാരിച്ചു. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ സെപ്റ്റംബർ 27 അത് തോമസ് ചേട്ടൻ്റെ ഒരു ബുദ്ധിയായിരുന്നു. 1 മാസം റിലീസിന് കഴിഞ്ഞിട്ട് 1 മാസത്തിന് മുമ്പ് തന്നെ നമ്മളത് OTT-ൽ കൊടുത്തു. OTT-ലെ റെസ്പോൺസ് കണ്ടിട്ട് ഈ പണ്ട് ഈ ലെയർ 7up എന്ന് പറഞ്ഞൊരു ആഡ് വരുമായിരുന്നു. അതിനകത്ത് ഫിഡോഡിഡോ എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ക്യാരക്ടർ ആയിരുന്നു. അതിന്റെ മുടി എണീറ്റ് നിൽക്കുന്ന പോലെ ഞങ്ങളുടെ മുടി എണീറ്റ് നിന്നത്. ഭയങ്കര റെസ്പോൺസ്. അതായത് ആമസോൺകാർ പറഞ്ഞത് ഇത് പേപ്പർ വ്യൂലാണ് നമ്മൾ കൊടുത്തത്. പേപ്പർ വ്യൂവില് മലയാളം സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണിത്. എന്ന് വെച്ചാൽ അത്രയും കുറവ് സമയം കൊണ്ട് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്ന 10 ദിവസം കൊണ്ട് 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് അടിച്ചു. 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് കേട്ടോ. 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് നമ്മൾ ചെറുതായിട്ട് എഴുതുള്ളൂ. 50 മില്യൺ വ്യൂസ് ആണെന്ന് ആൾക്കാർ വിചാരിക്കുള്ളൂ. പക്ഷേ സ്ട്രീമിംഗ് മിനിറ്റ്സ് ആണ്. സ്ട്രീമിംഗ് മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ കണ്ടാലേ 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് എത്തുള്ളൂ. അതിനുശേഷം അടുത്ത 20 ദിവസത്തിനകം ഞങ്ങൾ 100 മില്യൺ അടിച്ചു. അപ്പൊ അങ്ങനെ അതൊരു വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറി. അതിന് ഭരതനാട്യത്തിന് ആദ്യമായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് അതിനൊരു അവാർഡ് തരുന്നത്. ഒരുപാട് സന്തോഷം. ഇതൊരിക്കലും മറക്കില്ല. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെ ഒരു അവാർഡ് തന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രമ്യ ഉണ്ട് ഇവിടെ. രമ്യ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗമാണ്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ സുഹൃത്തിന്റെ വൈഫാണ് രമ്യ. എന്തായാലും ഷാൽബിൻ ആൻഡ് ടീം, ഹാറ്റ്സ് ഓഫ് ടു യു. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയതിനും ഡിജിറ്റലി പല ആൾക്കാരും വൈറലാകാറുണ്ട്, അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് അംഗീകാരം കിട്ടുക, അങ്ങനത്തെ ഒരു അവാർഡ് ഫംഗ്ഷൻ നിങ്ങൾ കൊണ്ടുവന്നു. ഇനി ചിലപ്പം ഇതിന്റെ തുടർച്ചയായിട്ട് പല ചാനൽസും ചിലപ്പോൾ ഇത് ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങളാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്. എന്തായാലും ഇവിടെ ഇന്ന് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ആയ എല്ലാവർക്കും ഞാൻ കോൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഒരുപാട് നന്ദി എല്ലാവർക്കും. ഓഡിയൻസിനും ഇത് ഓഡിയൻസ് പോൾ വഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് വോട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഒക്കെ നന്ദി. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എഫേർട്സ് ഒന്നും തന്നെ വേസ്റ്റ് ആയി പോകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അഭിലാഷ് ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ചേട്ടാ പോകരുത്, ഷോയുടെ ഇനിയും ചേട്ടാ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്ലീസ് പോകാതെ ഞങ്ങളോടൊപ്പം ഇരിക്കണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക്. എന്തായാലും സൈചേട്ടനെ ഞാൻ ഒന്നുകൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ്. ഒരേ ഒരു അവാർഡും കൂടെ കൊടുക്കാനായിട്ട്. വേറൊന്നും അല്ല, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റാർ കപ്പിൾ ഓഫ് ദ ഇയർ ആണ്. 2024 ഭാര്യയും ഭർത്താവും കൂടെ നിന്നിട്ട് നമ്മൾ ഞെട്ടിച്ച പ്രതിഭകൾ ആരാണെന്ന് നമ്മുടെ സൈചേട്ടൻ തന്നെ അനൗൺസ് ചെയ്യാൻ പോകുന്ന. രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ ഹാൻഡിൽസിൽ സ്റ്റാർ ആണ്. അത് ആരാണെന്ന് സൈചേട്ടൻ പറയുന്നു. സ്റ്റാർ കപ്പിൾ 2024 goes to ജിസ്മ
ആൻഡ് വിമൽ. ജിസ്മ വിമൽ ഇപ്പൊ സിനിമയിൽ പോലും തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിന്റെ രീതിയിലേക്ക്. സിനിമയുടെ തിളക്കത്തിൽ നിൽക്കുകയാണ്. ജിസ്മ, എന്താണ് പറയാനുള്ളത്? സിനിമ സ്വപ്നം കണ്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബിലെ പരിപാടികൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. സൈമിൾട്ടേനിയസ്ലി സിനിമകളും ചെയ്യണം, നമ്മളുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യണം, നമ്മൾ റൈറ്റ് ചെയ്ത പ്രോജക്ട്സ് ചെയ്യണം, അങ്ങനെ ആഗ്രഹമുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതിൽ. മുമ്പോട്ട് ഒരുപാട് വലുതായിട്ട് ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തും ചെയ്യാനുള്ള മനക്കെട്ടിയുള്ള 2 പേരാണ് കേട്ടോ സൈച്ചേട്ടാ. കാരണം ഫാമിലിയിലെ കാര്യങ്ങൾ, ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നമുക്ക് മുന്നിൽ ഇങ്ങനെ ഡിജിറ്റലി തന്നുകൊണ്ടിരിക്കുകയാണ്. വിമൽ, വാട്ട് യു ഹാവ് ടു സേ? എന്ത് തോന്നുന്നു? 2020 ആക്ച്വലി ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി എല്ലാവർക്കും അറിയില്ലായിരിക്കും, അതിന് മുന്നേ ഞങ്ങൾ ചാനൽസ് ആൻഡ് മൂവീസിൽ അസിസ്റ്റ് ചെയ്യൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു മീഡിയം സ്റ്റാർട്ടാകുമെന്നും അതിലൂടെ ആയിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം ജോബിൽ എത്താൻ പറ്റുക എന്നുള്ളതൊന്നും ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിലും വേൾഡിൽ എല്ലായിടത്തും ഒരുപാട് പേർക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ചാൻസ് കിട്ടിയ ഒരു മീഡിയമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരും എന്നുള്ളതൊന്നും ആരും കരുതിയിരുന്നില്ല. ഇന്നിപ്പോൾ ഇത്രയും വളർന്ന ഒരു ചാനൽ അതിൻ്റെ ഒരു അവാർഡ് നൈറ്റ് ഒക്കെ നടത്തുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം. സോ ദിസ് ഓൾവേസ് ഫീൽ സ്പെഷ്യൽ ഫോർ അസ്. ആൻഡ് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫസ്റ്റ് ഇന്റർവ്യൂസ് ചെയ്തിരുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെയാണ്. സോ എല്ലാം കൊണ്ടും ഇത് സ്പെഷ്യലാണ്. ആൻഡ് താങ്ക് യു. തീർച്ചയായിട്ടും. അപ്പം എന്തായാലും ഇവർ അവാർഡ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ സൈച്ചേട്ടൻ ഇത്രയും സമയം നമുക്ക് വേണ്ടി ഇവിടെ പേഷ്യൻസിൽ നിന്നതിന് ഒരു വലിയ താങ്ക്സ് പറയാണ്. അവാർഡ് മേടിച്ചതിനും ഭരതനാട്യത്തിന് ഇനിയും മില്യൺ അവാർഡ്സ് ഓഫ് വ്യൂവർഷിപ്പ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ ബീങ് ഹിയർ ടുനൈറ്റ്. താങ്ക് യു. ഒരു വലിയ കൈയടി കൊടുക്കാം ഫോർ സൈജു കുറോ. എന്തായാലും ജിസ്മയ്ക്കും വിമലും ഇനി ഉയർച്ചകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗത്ത് ഞങ്ങൾ വിഷ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ആൻഡ് ലുക്കിംഗ് ലവ്ലി ടുഗദർ ഫോർ ദ നൈറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മളിവിടെ ഇതാ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആദരത്തിന്റെ മൊമെന്റിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് കണ്ടന്റിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു പേരും ഉണ്ടായിരിക്കും. കാരണം കാലത്തിന് പോലും തോൽപ്പിക്കാനാകാത്ത രീതിയിലുള്ള ഒരു പ്രതിഭ കൊണ്ട് പ്രതിഭാസമായിട്ട് തന്നെ മാറിയ ഒരു വലിയ പ്രതിഭയാണ് ഞങ്ങൾ ഇവിടെ ഇതാ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാൻ പോകുന്നത്. അത് നൽകാനായിട്ട് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള KG സൈമൺ സാറിനെ ഞാൻ സാദരം വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദി പ്രസൻസ് ഓഫ് KG സൈമൺ സർ ഓവർ ഹിയർ ഓൺ ദ ഫോറം ടു ഗിവ് ഹിം ദി ഓണർ ഫോർ ദി നൈറ്റ്. ഒരുപാട് സ്നേഹമുണ്ട് സാർ. കാരണം വിവിധ മേഖലകളിൽ നിന്ന് ഇത്രയും പ്രാവീണ്യം തെളിയിച്ച ഒരുപാട് വളരെയധികം പ്രശസ്തരായിട്ടുള്ള പേഴ്സണാലിറ്റീസ് നമുക്ക് വേണ്ടി ഇവിടെ എത്തി കൈകോർക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും വേറെ തന്നെയാണ്. സാർ, ഇത് ഡിജിറ്റൽ മീഡിയ, സാറിന് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? കാരണം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞു. എല്ലാവരും ടിവിനേക്കാളും ഒക്കെ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മൊബൈൽ സ്ക്രീൻസും ഒക്കെയാണ്. ആൻഡ് വാട്ട് യു ഹാവ് ടു സേ സർ? ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു നൈറ്റ് വരുവാനായിട്ട് സാധിച്ചതിൽ. ഡിജിറ്റൽ മീഡിയ ഇന്ന് വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, പല ചാനലുകളിലും പല കാര്യങ്ങളും പറയാൻ മടിക്കുമ്പോൾ യാതൊരു മടിയുമില്ലാതെ അത് അവതരിപ്പിക്കാനുള്ളൊരു പ്രാഗൽഭ്യം ഇതിൽ ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുള്ള എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോഴുള്ള സാമൂഹ്യമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അടുത്തിടെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, അതിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ തിരിക്കണം എന്നുകൂടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ. തീർച്ചയായിട്ടും ഡിജിറ്റൽ മീഡിയ എന്ന് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2024 ആരാണെന്നാണ് സർ? ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2024 നമുക്കെല്ലാം പ്രിയങ്കരിയായിട്ടുള്ള മല്ലിക സുകുമാരൻ. മലയാളത്തിന്റെ മല്ലിക വസന്തമായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ജീവിതം. ബന്ധങ്ങളുടെ സ്നേഹത്തണലിൽ തലയുയർത്തി നിൽക്കുന്ന മല്ലികയെ, മല്ലികാമ്മ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ മനസ്സിലേക്കിയവരാണ് മലയാളക്കരയിലെ ജനങ്ങൾ. സിനിമയിലും ജീവിതത്തിലും അതിരുകൾ സൃഷ്ടിക്കാത്ത ഈ പ്രതിഭ
പുതിയ തലമുറയുമായി ഡിജിറ്റൽ രംഗവുമായി കൈകോർക്കുവാനും പുതുമകളെ സ്വീകരിക്കുവാനും തയ്യാറായി എന്നതാണ് സത്യം. മല്ലിക സുകുമാരൻ എന്ന അഭിനയ ദീപ്തിയുടെ 50 വർഷങ്ങൾ സവിശേഷ യാത്രയുടെ ഭാഗമാകാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കഴിഞ്ഞത് അത്യന്തം അഭിമാനവും സന്തോഷവുമാണ്. വേദിയിലെ വെളിച്ചമായി തിളങ്ങാൻ കഴിയുന്ന കലയുടെ കിരീടമണിഞ്ഞ മലയാളത്തിന്റെ സ്വന്തം മല്ലിക സുകുമാരന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 വേദിയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഞങ്ങളുടെ ഫൗണ്ടർ കൂടിയായ ഷാൽബിൻ നിരയൻ. പ്ലീസ് ക്യാൻ വി ഹാവ് ദ പ്രസൻസ് ഓഫ് ഷാൽബിൻ ഓവർ ഹിയർ ഓൺ ദ ഡയസ് പ്ലീസ്. വലിയൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഷാൽബിന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇവിടെ ഇതാ സൈമൺ സാറ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു നിമെന്റോ ആൻഡ് ട്രോഫി കൊടുക്കുന്നത്. ഷാൽബിൻ വി പ്ലീസ് ഡു ദി ഓണർ. ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഫോർ ദി ഇയർ 2024 ഗോസ് ടു മല്ലിക ആന്റി. ഷാൽബിനാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഓൺ ബിഹാഫ് ഓഫ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. മല്ലിക ആന്റി, കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ അടിച്ചേറെ കയറ്റി കളഞ്ഞു. നാസ പോലും എന്നെ കൊണ്ട് ഇത്രയും എനിക്ക് ചന്ദ്രനിൽ പോകാനുള്ള അവസരം കിട്ടൂല. പക്ഷെ പല ഉത്തരങ്ങൾ കൊണ്ട് എനിക്കൊന്ന് അമ്മാനമാടുമായിരുന്നു സോഷ്യൽ മീഡിയ എന്നെ എടുത്തിട്ട്. ബഹുമാന്യരായ എല്ലാ ക്ഷണിതാക്കളോടും ഒരുപക്ഷെ ഈ ഡിജിറ്റൽ യുഗത്തില് ഇങ്ങനെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ എനിക്ക് ഭാഗ്യം തന്ന മൈൽ സ്റ്റോണിൻ്റെ എല്ലാ ഭാരവാഹികളോടും അതിലുപരി സമ്മാനം തന്ന സാറിനോടും ഒക്കെ ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വരെ അന്തം വിട്ടിരിക്കുക. ഈ ആമുഖമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൊച്ചു ഹീറോയോ ഹീറോയിനോ ഒക്കെ ഇപ്പോൾ ഓടി വന്ന് ചാടി കയറിയൊക്കെ വാങ്ങിക്കുന്നു. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞാനിങ്ങനെ കുറച്ച് മുമ്പേ മൺമറഞ്ഞു പോയ കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഒരു 2-3 പേരൊഴിച്ച് ചെറുപ്പക്കാരെ, ബാക്കി എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. MT വാസുദേവൻ സാറിൻ്റെ കൂടെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഏറ്റവും കൂടുതൽ പടങ്ങളിലെ നായകൻ എൻ്റെ സുഹൃത്തനായിരുന്നു. കുടുംബപരമായിട്ടും അറിയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഡിജിറ്റൽ അവാർഡ് ആദ്യമായിട്ട് ഏർപ്പെടുത്തിയപ്പോൾ ആ യുഗത്തിൽ വന്നു നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം സർവേശ്വരൻ തന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. കാരണം ഞങ്ങളൊക്കെ ഡിജിറ്റൽ യുഗത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പം നല്ല പ്രായം എന്ന് പറയാനും ആൾക്കാരുണ്ടാവും. പിന്നെ ക്രിസ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെയാണ് കേട്ടോ. ഒരു കാര്യം ശരിയാ, നേരെ വെളുത്തിപ്പോൾ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതെപ്പോഴായിരുന്നു, ഒരു ഇന്നും കണ്ടു. ഞാൻ പേര് പറയുന്നില്ല. മല്ലിക സുകുമാരൻ ഞെട്ടിപ്പോയി, ചങ്കിടിച്ചു, എന്തൊക്കെയോ ഭാഷ. എന്താ കാര്യം? പൃഥ്വിരാജ് അടുത്ത പടത്തിന് പോയി. എന്താ വലിയ ചങ്കിടിക്കാൻ എന്തോന്നിരിക്കുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്താണ് ഈ കഥയുടെ പിന്നിൽ അവർ പറയുന്ന ഭാഷ അല്ലെങ്കിൽ എഴുതുന്ന ഭാഷ? ഒരു പിടിയില്ല. എൻ്റെ മകൻ അടുത്തത് ഏത് പടത്തിൽ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കള്ളം പറയാനുള്ള മടി കൊണ്ട് സത്യം പറയും. അങ്ങനെ സസ്പെൻസ് പൊട്ടിച്ചു മല്ലിക സുകുമാരൻ. എന്ത് സസ്പെൻസ്? ഒരു പടം കഴിഞ്ഞാൽ എല്ലാ നടന്മാരും അടുത്ത പടത്തിൽ പോവില്ലേ? അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ. ഒരു കാര്യമില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും കഴിയുന്ന കുടുംബത്തിനകത്ത് കയറി കിടന്ന് എന്തെങ്കിലുമൊക്കെ തലയും വാലും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരു പാരഗ്രാഫ് ഒന്ന് എഴുതുക. വാസ്തവത്തിൽ അത് വായിക്കുന്ന ആ പാവം പെൺകുട്ടികളെ കണ്ടാൽ നമുക്ക് നന്നായിട്ടറിയാം, അവർക്കറിയാം ഇത് കള്ളവാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു ദുഃഖഭാവത്തിലാണ് അവർ വായിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാ ഇതിനൊക്കെ പ്രതികരിക്കാൻ നിൽക്കുന്നത്? ഞങ്ങളാരും പലപ്പോഴും പലതും കാണാറില്ല. പക്ഷെ ആ കൂട്ടത്തിൽ മൈൽ സ്റ്റോൺ ഇതിൻ്റെ യഥാർത്ഥ ശില്പി ഇവിടെ ഉണ്ടെങ്കിലും ഇതിലൊരാളുണ്ട്, അപ്പു. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചിയിലെത്തി, അത് മറ്റ് 1-2 പരിപാടികൾക്ക് ഞാൻ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പു ഞാൻ വരാം, ഇപ്പം കുറച്ച് വേണ്ടുമില്ല, ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞൊക്കെ കാലൊക്കെ സുഖമായി, സിനിമയും സീരിയലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അവിടെ വരണം, തീർച്ചയായിട്ടും വരണം, അരമണിക്കൂർ അപ്പം വിടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയില്ലേ സിനിമക്കാരും സീരിയലുകാരും
ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരല്പം ബുദ്ധിമുട്ട്, അതാരും മനഃപൂർവ്വമല്ല. പലരും പല ജോലി സ്ഥലത്തു നിന്ന് വരുന്നവരായിരിക്കും. എന്തായാലും ഞാനത് ഒരുപാടൊന്നും പ്രസംഗിക്കുന്നു. അല്ല, എന്നാലും മല്ലിക ആന്റി ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ്. ഇത്രയും പിള്ളേർ മല്ലിക ആന്റി പറഞ്ഞു, ചെറിയ പ്രായത്തിലുള്ള ഒരുപാട് പിള്ളേരുണ്ടെങ്കിലും ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയത് മല്ലിക ആന്റിയാ. അപ്പൊ പൃഥ്വിരാജിനെ ആയിരിക്കും ഇന്ദ്രജിത്തിനെയും രണ്ടുപേരെയും മല്ലിക ആന്റി എന്തായാലും വിളിച്ചത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ വിളിച്ച് ഞാനും പൊന്നമ്മയോടിരിക്കുന്ന ഫോട്ടോ വരെ അയച്ചു വെച്ചിരിക്കുക. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ദ്രേട്ടൻ എന്തായിരിക്കും റെസ്പോണ്ട് പറയുക? അതായത് ഞാനിപ്പോ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയി മോനെ, അമ്മ ഡിജിറ്റൽ അല്ലെങ്കിൽ പറയാറുണ്ട്, കൂടെ അമ്മ പറയും, നിങ്ങളൊക്കെ എവിടാടാ കാണാനില്ലെന്ന്. ഓടിപ്പടച്ച് വരുമ്പം അമ്മ രാവിലെ സീരിയല്, ഉച്ചയ്ക്ക് സിനിമ, വയസ്സുകാലത്ത് അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കാറുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത്. എന്നാൽ ഈ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയി അമ്മ എന്ന് പൃഥ്വിരാജിനോട് പറയുമ്പോൾ പൃഥ്വിയുടെ ഒരു റെസ്പോൺസ് എന്തായിരിക്കും വരാൻ സാധ്യത മല്ലിക ആന്റി? അവസാനം ഞങ്ങളുടെ ഇനി പാറ്റ ഇടുവോ അമ്മ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. യാതൊരു സംശയമില്ല. എനിക്കൊരു സന്തോഷ വർത്താനം പറയാനുണ്ട്. എൻ്റെ മോൻ്റെ എമ്പുരാൻ ഇന്ന് സെൻസർ ചെയ്തു. അവനെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. UA സർട്ടിഫിക്കറ്റാണ് പടം. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എനിക്കും ആ പടം കണ്ടപ്പോൾ എൻ്റെ മോൻ തന്നെയാണല്ലോ ചെയ്തതെന്ന് ഒരു അഭിമാനമൊക്കെ തോന്നി. സത്യം പറയാണ്, ഭംഗിവാക്ക് പറയില്ല. അതുകൊണ്ട് തന്നെ അതിന് നന്നായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്തായാലും ഈ പറഞ്ഞിട്ട് കലാകാരന്മാരുടെ സൃഷ്ടികൾ വിലയിരുത്തേണ്ടത് കലാവാസനയുള്ള പ്രേക്ഷകരാണ്. ഞാൻ പറഞ്ഞാൽ പോരല്ലോ. അതിൽ തന്നെ സന്തോഷമുണ്ട്. പിന്നെ ഈ പറയുന്ന ആളിനെയൊക്കെ എത്രയോ കാലമായിട്ട് എനിക്കറിയാം. ഇപ്പം നിന്ന് ഭാഗം അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈശ്വര ഇത് എവിടെ നിന്നാണോ എന്തോ ഇങ്ങനെ അനർഗളമായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. കൊച്ചു കുട്ടിയായപ്പോൾ തൊട്ട് എനിക്കറിയാവുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിലെ മല്ലിക ആന്റിയെ വിളിച്ചിരിക്കുന്നത് ആദരിക്കാൻ തോന്നിയത് അതൊരു ഭാഗ്യം. ഇല്ല, സത്യം, ഞാൻ മല്ലിക ആന്റിയുടെ ഫാനാണ്. കാര്യം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് പോലും ഇല്ലാത്ത ഫയറിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. കൺസോളിൽ നിന്ന് നമ്മുടെ അപ്പൂസിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, മല്ലിക ആന്റി എന്തോ വീഡിയോ മല്ലിക ആന്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒന്ന് നൽകണമെന്ന്. നമുക്ക് പെട്ടെന്ന് അതൊന്ന് കണ്ടു നോക്കിയാലോ മല്ലിക ആന്റി? ജസ്റ്റ് തീർച്ചയായിട്ടും. ഓക്കെ. മല്ലിക ആന്റി കുറച്ച് ഫ്രഷ് ക്വസ്റ്റ്യൻ എടുക്കട്ടെ. മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമോൾ സുപ്രിയാണോ പൂർണ്ണിമയാണോ? ഇന്ദ്രജിത്താണോ പൃഥ്വിരാജാണോ മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടം? അടുത്തത് റാപ്പിഡ് ഫയർ ആണ്. 3 ആളുടെ പേര് പറയാം. അതിൽ ഒരാളുടെ പേര് മല്ലിക ആന്റി പറഞ്ഞേ പറ്റുള്ളൂ. മല്ലിക ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരക്കുട്ടികൾ ഇവരിൽ ആരാണ്? അലങ്കൃത, പ്രാർത്ഥന, നക്ഷത്ര. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ പറയട്ടാ. ഏറ്റവും സെൽഫിഷായ മരുമോൾ സുപ്രിയാണോ പൂർണ്ണിമയാണോ? പൊസസീവ്നെസ് ഏറ്റവും കൂടുതലുള്ള മരുമോൾ ആരാണ്? മല്ലിക ആന്റി പോലെ ഒരു പ്ലസ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇന്ദ്രനാണോ പൃഥ്വിയാണോ? നല്ല മക്കളെ ആരാണ്? ഇത് അപ്പുവിന്റെ സൃഷ്ടിയാ. ഇത് അപ്പുവിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് ജുനൈസ് എന്ന് പറയുന്ന ഇപ്പൊ ജോജു ജോർജിന്റെ പണി സിനിമയിലൊക്കെ അഭിനയിച്ച ജുനൈസ് നമ്മുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ മല്ലിക ആന്റി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ? ഞാൻ ചോദിച്ചില്ലേ സുപ്രിയാണോ പൂർണ്ണിമയാണോ ബെറ്റർ? ഞാൻ സത്യം പറഞ്ഞ മല്ലിക ആന്റി ബലിയാടായതാ. മല്ലിക ആന്റിയാണ് വരുന്നതെന്നുള്ള ആവേശമൂർത്ത് ഷാൽബിനൊക്കെ പറയാണ്. ഞങ്ങൾ അതിന്റെ ഉത്തരം കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു വീടാവുമ്പോ അങ്ങനെ തമാശയും സന്തോഷവും വലിയ ദുഃഖങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. എന്നാലും സോഷ്യൽ മീഡിയ വിടത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ വയസ്സായ ഒരു അമ്മയ്ക്ക് പറയാനുള്ളത്, ഇതിലൊക്കെ കണ്ട് വായിക്കുന്നതൊക്കെ ഒരു തമാശ പോലെ. പണ്ട് ഓർമ്മയില്ലേ, എൻ്റെ വീട്ടിന് മുമ്പിൽ വെള്ളം വന്നപ്പോൾ ഞാൻ മാത്രം ചെമ്പിക്കറിപ്പോയതോ ലംബോർഗിനി എന്തിയത്, അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരൊറ്റ ട്രോളും ഉണ്ട്. എൻ്റെ റോഡ് ടാർ ചെയ്യുന്നു, മുഖ്യമന്ത്രി കളക്ടർ അടക്കമുള്ളവരെ പറഞ്ഞു വിടുന്നു, നോക്കുന്നു, അയ്യോ ഇതെന്താ സംഭവം എന്നൊക്കെ. ആ നാട്ടിലത് വലിയ ഒരു എന്താ പറയുക, ഒരു വിഷയമായിട്ട് മാറി. അങ്ങനത്തെ ട്രോളൊക്കെ നല്ലതാണ്. പക്ഷേ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ വെച്ച്, അതും അവർക്കല്ല കൊടുക്കുന്നത് ഇന്റർവ്യൂ, ആർക്കോ കൊടുക്കുന്ന ഇന്റർവ്യൂവിലെ ഒരു ഭാഗം എടുത്ത് പൊടുപ്പും തൊക്കലും ഒക്കെ വെച്ച് ഇവർ പറയുന്നിടത്തുനിന്ന് ഞാൻ അവരോടാണ് സംസാരിച്ചത്. അത് കുറച്ച് കൂടുതലായിപ്പോൾ. ഏതായാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഡിജിറ്റൽ യുഗത്തിലും ഒരു സ്റ്റാറായിട്ട് ഇവിടെ നിൽക്കാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നുള്ളതിന് ഒരുപാട് ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം മൈൽ സ്റ്റോണിനോടും ഇതിൻ്റെ എല്ലാവരോടും ഇത്രയധികം എന്നെ വിശേഷിപ്പിച്ച എൻ്റെ ഈ മോളോട് ഞാൻ എല്ലാ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്റ്റാറിന്റെ ഭാര്യ, 2 സ്റ്റാർസിന് മലയാള സിനിമയിൽ സംഭാവന നൽകി ഇപ്പൊ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സൈമൺ സാറിനും ഷാൽബിനും വലിയ താങ്ക്സ് അറിയിക്കുകയാണ്. സൈമൺ സാറിനെ ഷാൽബിനെ ഞാനൊന്ന് സീറ്റിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. മല്ലിക ആന്റിയുടെ പൊന്നാടയും ട്രോഫിയും നമുക്കൊന്ന് മേടിക്കാം. മല്ലിക ആന്റി ഒരു ചെറിയൊരു താങ്ക് യു സോ മച്ച് സാർ. ഒന്ന് സാർ കുറച്ച് സമയം കൂടെ ഞങ്ങളോടൊപ്പം, അല്ല മല്ലിക ആന്റി ഒരു സ്റ്റേ ബാക്ക് ഉണ്ട് സാർ. എന്തായാലും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളുടെ ഇവന്റും കൂടെ എന്ന് എൻജോയ് ചെയ്യണമെന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. യെസ്
നമുക്ക് ക്യാൻ വി ഹാവ് എ ചെയർ? ഒരു ചെയർ ഒന്ന് ഇടാവോ? വേറെ ഒന്നുമില്ല. മല്ലികാന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് മല്ലികാന്റി? ഫുഡോ? ദോശ, ചമ്മന്തി, മുളക് ചമ്മന്തി, പഴയ ചിലപ്പോ. അതാണ് ഞാൻ ഈ എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് പോയി മക്കളുടെ കൂടെ നിന്നോടേത്. അവിടെ ചിലപ്പോൾ ബർഗർ, മറ്റേ നൂഡിൽസ്, അമേരിക്കൻ ചോപ്സി, ഇതൊന്നും എനിക്ക് ദഹിക്കത്തില്ലേ പൊന്നുമോളെ. നല്ല ചൂട് ദോശ വേണം എനിക്ക്, നല്ല തേങ്ങാ ചമ്മന്തി വേണം. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മുളക് ഉള്ളിയൊക്കെ അരച്ച എണ്ണയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഒപ്പിച്ച്. എന്റെ അമ്മ ഇപ്പം തന്നെ നാവിൽ കൊതി. എന്നാലും രാത്രി ഒരു 12 മണിക്കൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സുഖേട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൃഥ്വിനെ ഇന്ദ്രനെയൊക്കെ വിളിച്ച് അടുത്തിരുത്തി ഒരു ഡിന്നർ ടേബിളില് ഒരു ഭക്ഷണം വിളമ്പാൻ പറഞ്ഞാൽ എന്ത് കുക്ക് ചെയ്തായിരിക്കും നൽകിയിട്ടുണ്ടാവുക അന്ന് ഏറ്റവും കൂടുതൽ? ആദ്യം പറഞ്ഞ പേരുണ്ടല്ലോ സുഖവട്ടൻ. മീൻകറി, പച്ച പാവയ്ക്ക വറുത്തത്, തമിഴ്നാട് രസം. ഇത് 365 ദിവസം എന്റെ വീട്ടിൽ. അത് ആ മീൻകറി എടുത്ത് മണപ്പിച്ച് ഇതാരാ വെച്ച്? നീ അല്ലല്ലേ? അപ്പൊ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ കുക്കിങ്ങും വലിയ എനിക്കറിയാം, സകലതും ഉണ്ടാക്കും. പിന്നെ എന്തെങ്കിലും രാജുവിനൊക്കെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ കുറവാണ്. കാരണം കൈ കിട്ടിയിട്ട് വേണ്ട വല്ലതും ഉണ്ടാക്കി കൊടുക്കുക. ഏതു നേരവും സസ്യട്ട. എന്നാലും സുഖുവേട്ടന്റെ ഒരു ടേസ്റ്റ് കിട്ടിയത് ആരായിരിക്കും മല്ലികാന്റി? പൃഥ്വിക്കാണോ ഇന്ദ്രേട്ടനാണോ കൂടുതൽ ആ സുഖുവേട്ടന്റെ ഒരു ടേസ്റ്റ് ജോണസ് ബട്ട്സ് എല്ലാം കിട്ടിയിരിക്കുന്നത്? അല്ല, ഇവർക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് 1-2 ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നല്ല കൊഞ്ചിട്ട് നമ്മൾ വറുത്തരച്ചിട്ട് തീയൽ, അതൊക്കെ ഞങ്ങളുടെ നല്ല ഓണാട്ടുകരക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷ് അതൊക്കെ. പിന്നെ കൊഞ്ച് തീയല്, പിന്നെ അതുപോലെ തന്നെ ഫിഷ് ബോയില്, ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു അതൊക്കെ മോള് കൂട്ടിയിട്ടുണ്ടോ എന്തോ, ഒരു മസാലയില്ല. അതിനകത്ത് ക്യാപ്സിക്കവും സോയാ സോസും ചില്ലി സോസും മാത്രം ഇട്ടിട്ടൊരു സംഭവമുണ്ട്. ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അത് പറയും, ഞാൻ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട് മരുമക്കൊക്കെ. എന്നാലും ചിലപ്പോൾ പറയും അമ്മ ഉണ്ടാക്കിയ ടേസ്റ്റ് വെറുതെ അവരെ പിണക്കാൻ വേണ്ടി പറയുന്ന, അല്ലാതെ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ ചുമ്മാ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പഴയ കാലം. എന്നാലും അപ്പൊ മല്ലികാന്റിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്താണ്. ഇത്രയും ഫിഷ് കറി ഇഷ്ടമാണെന്ന് പറഞ്ഞു, സുഖുവേട്ടന് ഫിഷ് കറി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഈ വലിയ ഫിഷിന്റെ ആണോ അതോ ചെറിയ ഫിഷിന്റെ ഒക്കെ ആണോ മല്ലികാന്റി സുഖുവേട്ടൻ കൂടുതലും? അല്ല, സുഖേട്ടന് എല്ലാ കറിയും. അപ്പൊ വലിയ മീനാണെങ്കിൽ നെയ്മീൻ എന്നൊക്കെ പറയുന്ന സാധനം കഴിയും. പിന്നെ ചെറിയ ഈ കൊഞ്ച്, ഇപ്പോഴത്തെ ഇവിടെ പറയുന്നത് കൊഴുവാന്നാണ്, ഞങ്ങളുടെ നാട്ടിൽ അത് നെത്തോലി എന്നൊക്കെ പറയും. അതൊക്കെ ഇഷ്ടമാണ്. അത് ഉണ്ടാക്കുന്നതിന് ചില രീതിയുണ്ട്, അതാണ് ഇമ്പോർട്ടന്റ്. അത് അദ്ദേഹത്തിന് ഇങ്ങനെ കൈമാറി പോകുന്നത്. എന്നാലും ഒരു കുത്തിത്തിരിപ്പ് ക്വസ്റ്റ്യൻ ഈ ഇടയില്, മുഖവര മുഴുവൻ പോയത് കൂടുതൽ കിച്ചണിൽ കയറി പയറ്റുന്നത് ആരായിരിക്കും? സുപ്രിയാണോ പൂർണ്ണിമയാണോ മല്ലികാന്റി? കൂടുതൽ ഒരു കിച്ചൺ സ്പേസ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് കാര്യമായിട്ടൊക്കെ നിന്ന് കുറെ ടൈം എടുക്കും? പൂർണ്ണിമയാണ്. സുപ്രിയങ്കാളും കുറെ ടൈം. സുപ്രിയക്ക് നേരമില്ല ഒന്നാമത്. ഈ രാജു അറിയാമല്ലോ, ഈ ഓട്ടമേ ഉള്ളൂ. ജോലി മുഴുവൻ ആ കൊച്ചാ ചെയ്തേ. ഭക്ഷണം നോക്കണം, പഠിപ്പിക്കണം, കുഞ്ഞിനെ പഠിപ്പിക്കണം, അത് ഇത് എന്തുവാ നല്ല പണിയാണ്. അതുകൊണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഫിഷ് കറി നമ്മളൊന്ന് ലൈവായിട്ട് ചെറുതായിട്ട്, കാരണം കൃത്യമായിട്ട് ടേസ്റ്റ് മനസ്സിലാക്കി പറയുന്ന ഒരാളാണ് മല്ലികാന്റി. ഒരു ഫിഷ് കറി നമ്മളൊന്ന് ലൈവായിട്ട് കൊണ്ടുവരാൻ പോവാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഇവന്റിന്റെ ഏറ്റവും വലിയൊരു ഭാഗം, ഇന്നത്തെ ഫുഡ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന റിഫ്രഷ്മെന്റ് പാർട്ണർ എന്ന് പറയുന്നത് ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ആയിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഫിഷ് കറി ഞങ്ങൾ ഇതാ മല്ലികാന്റിക്ക് നല്ലതാണോ? മല്ലികാന്റി കറക്റ്റ് ആയിട്ട് പറയാം, അറിയാലോ ആരുടെയും മുഖം വെട്ടി തുറന്ന് നല്ലതാണെന്ന് മല്ലികാന്റി പറഞ്ഞാൽ ഞങ്ങളുടെ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സിന്റെ ടീമിനെ കൂടെ ഞങ്ങൾ ഒന്ന് വിളിക്കാൻ പോവാണ്. ഇങ്ങോട്ട് നിന്നോളൂ കേട്ടോ, കം ഓവർ. ഇവിടെ നിന്നോളൂ ഒരാൾ അവിടെ നിന്നോളൂ. യെസ്, ഏതാ കഴിച്ചു നോക്കണം മല്ലികാന്റി? ഫിഷ് ആണോ? ഇത് ചിക്കൻ ആണ്. ഇതെല്ലാം കൂടെ എന്നെ കണ്ടേച്ചാലും പറയാം ഭക്ഷണം കഴിക്കാത്ത ആളാണ്. കണ്ടോ, ഈ ഭാഗ്യം ആർക്കെങ്കിലും, ഇതാണ് പറഞ്ഞ വയസ്സാവണമെന്ന്. എത്ര പേര് സ്റ്റേജ് വന്നു, ആർക്കെങ്കിലും ഈ ഭാഗ്യം ഉണ്ടായോ? ചിക്കൻ ആണ്. സൂപ്പർ അല്ലേ മല്ലികാന്റി? നല്ല അല്ല, ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഇച്ചിരി എരിവുള്ള, പക്ഷെ അത് പറയേണ്ട, ആണുങ്ങൾ എരിവ് വേണ്ടവരുണ്ട്. അത് രാത്രിയൊക്കെ അല്ലേ മല്ലികാന്റി കുറച്ച്. ഇത് ഫിഷ് ആണ്, ഫിഷ് ആണത്. പ്രോൺസ് ആണ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ പൃഥ്വിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുള്ളി. കൊള്ളാം എന്നാണ് മല്ലികാന്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ റിഫ്രഷ്മെന്റ് പാർട്ണറായ
ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സിന്റെ ആൾക്കാരെയും കൂടി ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ഫസ്റ്റ്. ഓക്കെ, ഇവര് തന്നെയാണ് അമ്മയുടെ പരിപാടി ഇല്ലേ മല്ലികാന്റി, അമ്മയുടെ പരിപാടിക്ക് മൊത്തം ലൈക് ഫുഡിന്റെ ഭക്ഷണം നൽകുന്നത് ഇവരാണ്, ആ ടീമാണ്. ഇന്ന് കൊച്ചിയിൽ ഏറ്റവും കിട്ടാവുന്നതിൽ ദി ബെസ്റ്റ്, അതും കേരളത്തിൽ തന്നെ കൂടുതലായിട്ടുള്ള വലിയ ഹൈ പ്രൊഫൈൽ വെഡിങ്സ്, വലിയ ഈവെന്റ്സ്, ഫംഗ്ഷൻസ്, അതും ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ കൊള്ളുന്ന രീതിയിലുള്ള ടീമാണ് അവര്. ഞാൻ അപ്പു, എനിക്ക് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഞാൻ അപ്പുവിനെ വിളിക്കും കേട്ടോ, ഇവരെ ഒന്ന് വിളിക്കാനായിട്ട്. ഫോർ ഷുവർ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ആ ടീമിനെ എല്ലാവരും ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഓവർ ദ സ്റ്റേജ്. പ്ലീസ് കം ഓവർ. ഞങ്ങളുടെ എല്ലാവരും ടീം ഒന്ന് മല്ലികാന്റിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ ഒന്ന് എടുക്കുകയാണ്. മല്ലികാന്റി ഇന്ന് ഇരുന്നാ മതി. മല്ലികാന്റി ദേ വിൽ കം ആൻഡ് അലൈൻ ഓൺ ബാക്ക്. യെസ്, പ്ലീസ്. നമുക്ക് ഇതാണ് ഇന്ന് ഞങ്ങളുടെ ബ്രെയിൻ ആണ്. ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സിന്റെ പേരൊന്ന് പറയാം ചേട്ടൻ. ഞങ്ങളുടെ കമ്പനിയുടെ പേര് ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ്. ഞാൻ അവിടെ റൊട്ടാന ഗ്രൂപ്പ് എന്റെ ഏറ്റെടുത്തിരിക്കുക ചെയ്യാനായിട്ട്. 40 പാചകക്കാരുണ്ടോ, ഞാൻ കൊണ്ടുപോയത് ഒരു 10-28-30 പേരോളം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ആണ്. അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഒരു ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സിന്റെ ടീമിനെ കൂടി പെട്ടെന്നൊന്ന് ഞങ്ങളൊന്ന് പ്ലീസ് ബോയ്സ് കം ഓവർ. മേഡം, നമ്മുടെ ടീമൊക്കെ ഉണ്ട് ഈ പ്രോഗ്രാമിന്. ഞാൻ വിളിക്കാം. ഞാൻ ഏപ്രിൽ ഞാൻ മക്കളും ഒക്കെ കാണും. ഓക്കെ, താങ്ക് യു മേഡം. തീർച്ചയായും. എന്തായാലും എന്റെ സഹോദരൻ വന്നിട്ടുണ്ട് അമേരിക്കയിൽ. ഇവിടെ ഉള്ള പലരും അറിയും അദ്ദേഹത്തിന്, ഡോക്ടർ എം വി പിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജന്മനാൾ വരുന്ന എറണാകുളത്താണ് ആഘോഷം. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഒരു ഫോട്ടോ പോസിങ്ങിനും കൂടി നമുക്ക് ഷെഫും എല്ലാവരും ഉണ്ട്. Thank you.